സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ 25ാമത്തെ എപ്പിസോഡാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുടക്കമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ ഇതുപോലെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ GS അമരേന, ട്വിറ്റർ, അതേപോലെ 91.com, പിന്നെ നമ്മളുടെ മലയാളത്തിലുള്ള മാതൃഭൂമി, അങ്ങനെയുള്ള കുറേ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. അതൊരു വാർത്തയായിട്ട് ഇവിടെ പറയുന്നു എന്ന് മാത്രം. പക്ഷേ ഒത്തിരി എഫേർട്ട് ഞാനിതിന് എടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് ടൈം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട്, നന്നായിട്ടില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കമൻ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് 2 പുതിയ ഐപാഡുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഐപാഡ് എയറും അതേപോലെ പ്രോ സീരീസിലുള്ള 2 ടാബ്ലറ്റുകളാണ്. ഇതിൽ ഐപാഡ് എയറിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് 128 GB ഇൻറ്റേർണൽ മെമ്മറി ബേസ് വേരിയൻ്റ് ആയിട്ട് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 64 GB ആയിരുന്നു. ഈ ഒരു വർഷത്തെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ അത് M2 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് M1 ആയിരുന്നു. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കും ഐപാഡ് എയർ എന്ന് പറയുന്നത്. ഇനി പ്രോ വേരിയൻറ്റിലോട്ട് വരുമ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അവിടെയും 11 ഇഞ്ചിൻ്റെയും 13 ഇഞ്ചിൻ്റെയും 2 സ്ക്രീൻ സൈസിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ M4 എന്ന് പറയുന്ന സിലിക്കണാണ് ഈ ഒരു ഐപാഡ് പ്രോ സീരീസിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് പറയുന്നത് ബിൽട്ട് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ടാബ്ലറ്റിൻ്റെ ഉള്ളിൽ തന്നെ ജനറേറ്റീവ് AI പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിലും റെൻഡറിങ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. അതുകൂടാതെ LCD ഡിസ്പ്ലേ മാറ്റിയിട്ട് LED ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. ടാൻഡം ഡിസ്പ്ലേ എന്നാണ് ഇതിന് ആപ്പിൾ പേരിട്ടിരിക്കുന്നത്. അതായത് 2 LED ലെയറുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ ടെക്നോളജി. പുതിയതല്ല, പഴയൊരു ടെക്നോളജിയാണ്. ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ടെക്നോളജിയാണ്. അതായത് കുറച്ചും കൂടി ബ്രൈറ്റർ ആയിരിക്കും, കുറച്ചും കൂടി നല്ല രസം ഉണ്ടായിരിക്കും കാണാനൊക്കെ ആയിട്ട്. അതുകൂടാതെ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിന്നായിട്ടുള്ള ആപ്പിൾ പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു ഐപാഡ് പ്രോ സീരീസ് എന്ന് പറയുന്നത്. വെറും 5.1 mm മാത്രമായിരിക്കും ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കേസ് ഇട്ടുകൊണ്ട് തന്നെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ വളയാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇതിൽ 11 ഇഞ്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ലക്ഷം രൂപയ്ക്കും 13 ഇഞ്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,30,000 രൂപയ്ക്കാണ്. സോ അടുത്ത ആഴ്ച മുതൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നോക്കാം. ഇതേ ഒരു ഇവന്റിൽ തന്നെ ആപ്പിളിൻ്റെ മാജിക് കീബോർഡും അവരുടെ പുതിയ പെൻസിലായിട്ടുള്ള ആപ്പിൾ പെൻസിൽ പ്രോ എന്ന് പറയുന്ന പുതിയൊരു മോഡലും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പെൻസിൽ പ്രോ എന്ന് പറയുന്നത് ഐപാഡ് എയറിലും അതേപോലെ പ്രോ സീരീസിൽ എല്ലാത്തിലും സ്യൂട്ട് ചെയ്യും. അമേരിക്കയിൽ പ്രൈഡ് മന്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ബാൻഡ് ആപ്പിൾ വാച്ചുകൾക്ക് വേണ്ടിയിട്ട് ആപ്പിൾ പുറത്തിറക്കിയിട്ടുണ്ട്. നല്ല റെയിൻബോ കളറിലുള്ള ഒരു കിഡിലൻ ബാൻഡ് തന്നെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൂടാതെ ഈ ഒരു പ്രൈഡ് മന്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരാനിരിക്കുന്ന 17.5 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടല്ലോ, അതിൽ ഈ ഒരു പ്രൈഡിൻ്റെ വാൾപേപ്പേഴ്സും തീമും കാര്യങ്ങളെല്ലാം ആപ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഐപാഡ് സീരീസുകളുടെ ലോഞ്ച് ഇവന്റിൽ അവരുടെ ആപ്പിളിന്റെ CEO ടിം കുക്ക് ധരിച്ചിരുന്ന നൈക്കിയുടെ ഷൂ ഉണ്ടായിരുന്നു. ആ ഷൂവിന്റെ പേര് വരുന്നത് നൈക്കി എയർ മാക്സ് 186 എന്നാണ്. ആ ഒരു ഷൂ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഐപാഡ് പ്രോ സീരീസിൽ ആപ്പിൾ പെൻസിൽ പ്രോ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഈ ഒരു ഷൂ പുറമേയുള്ള ആളുകൾക്ക് വാങ്ങാനോ യൂസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഈ ഒരു ടിം കുക്കിന് വേണ്ടി മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ആ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതേപോലെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഐപാഡ് പ്രോ, ഐപാഡ് എയർ, ഈ 2 ടാബ്ലറ്റിൻ്റെയും ബോക്സിൽ ചാർജറുകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. ബോക്സിൻ്റെ സൈസ് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. സോ അത് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ചാർജർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് കൺഫേംഡ് ന്യൂസ് അല്ല, ഞാൻ ജസ്റ്റ് വായിച്ചതാണ്. എന്തായാലും അടുത്ത ആഴ്ച ഈ ഒരു പ്രൊഡക്റ്റുകൾ പുറത്തിറങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ iPhone 17 അവരുടെ ലൈനപ്പിലും ചെറിയൊരു മാറ്റം വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഒന്നുകിൽ iPhone 17 Plus എന്ന് പറയുന്ന മോഡൽ എടുത്ത് മാറ്റിയിട്ട് iPhone 17 സ്ലിം എന്ന് പറയുന്ന ഒരു മോഡൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ പ്ലസ് കൂടാതെ ഇതുപോലെ 17 സ്ലിം എന്ന് പറയുന്ന ഒരു മോഡൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു റൂമറാണ്, ആ ഒരു നിലയ്ക്ക് കേട്ടാൽ മതി. അങ്ങനെ അധികം ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഗൂഗിൾ പിക്സൽ 8 അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും കോമഡി. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 53,000 രൂപയ്ക്കാണ് ഇതിൻ്റെ 128 GB ഇൻറ്റേർണൽ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത്. 256 GB 60,000 രൂപ.
ടെൻസർ G3 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 6.1 2 അത്രയും ചെറിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആരാണ് ഈ ഒരു ഫോണിന് ഇത്രയും പൈസ 50,000-ന് മുകളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഓഫർ ടൈമിൽ ഇതിന് 30,000 25,000 രൂപയ്ക്കൊക്കെ വരും. എന്നിരുന്നാലും ഒരു വില ഇടുമ്പോൾ അതിനൊന്ന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു വില ഇടണ്ടേ. 50,000 രൂപ, 53,000 രൂപ, 256 GB 60,000 രൂപ. എങ്ങനെയാണ് ഗൂഗിൾ ഇതിനെ ഈ ഒരു പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ 60,000 രൂപ അല്ലെങ്കിൽ 55,000 രൂപ ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ OnePlus 12 നോക്കുക. അതല്ല നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S24 നോക്കുക. S24-ന് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ S23 നോക്കുക. ആ ഒരു ഫീച്ചേഴ്സും ആ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ 23-ലും കിട്ടും. അല്ലാതെ ഈ ഒരു 8K വേണ്ടിയിട്ട് 50,000 ഒക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലോകം മണ്ടത്തരായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ CMF by Nothing എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. നിലവിൽ ലീക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഡിസൈനിലായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നും പറയപ്പെടുന്നുണ്ട്. സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഡിമെൻസിറ്റി സീരീസിലുള്ള ഏതെങ്കിലും ഒരു ചിപ്സെറ്റ് ആയിരിക്കും. നത്തിങ് OS തന്നെയായിരിക്കും ഇതിലും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഫോണുകളിൽ, അതായത് Nothing 2A, Nothing 2 അതിലൊക്കെ കൊടുത്തിരിക്കുന്ന അത്രയും ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയർ സൈഡിൽ ഈ ഒരു CMF by Nothing എന്ന് പറയുന്ന ഫോണിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പോഴത്തേക്ക് ഒരു കൺഫേംഡ് ന്യൂസും പുറത്ത് വന്നിട്ടില്ല. എല്ലാം റൂമർ മാത്രമാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 1-ന്റെ പ്രോസസ്സർ വെച്ച് വരുന്ന IQ Z9X എന്ന് പറയുന്ന ഫോൺ മെയ് 16 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആമസോൺ വഴിയാണ് ഈ ഒരു ഫോൺ വിൽക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു 13,500 ആയിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. LCD ഡിസ്പ്ലേ ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വിവോയുടെ സൈഡിൽ നിന്ന് വിവോ T3X എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ IQ വേർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റീബ്രാൻഡഡ് വേർഷൻ ആയിരിക്കും ഈ ഒരു IQ Z9X എന്ന് പറയുന്നത്. 16 നമുക്കിത് ആമസോൺ വഴി വാങ്ങാനായിട്ട് സാധിക്കും. ഡിമെൻസിറ്റി 9300 Plus എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിപ്സെറ്റ് വെച്ചുകൊണ്ട് ചൈനയിൽ IQ Neo 9S Pro എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ഈ ഒരാഴ്ച ഉണ്ടാകുമെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. നമുക്കറിയാം 9300 Plus എന്ന് പറയുന്നത് AI കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അത് ലോഞ്ച് ചെയ്തത്. സോ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫോണായിരിക്കും ഈ ഒരു പുതിയ ചിപ്സെറ്റ് വെച്ച് വരുന്ന IQ Neo 9S Pro എന്ന് പറയുന്ന ഫോൺ. ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള ബഡ്സ് പ്ലസ്, അതേപോലെ മോട്ടറോള ബഡ്സ് എന്ന് പറയുന്ന 2 TWSകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടറോള ബഡ്സ് പ്ലസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബോസ് ആണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സോ ബോസിൻ്റെ സൗണ്ട് അൽഗോരിതം വെച്ച് വരുന്ന ആ ഒരു TWSന് നോർമലി അവർ സെല് ചെയ്യാനായിട്ട് പോകുന്നത് 9,999 രൂപയ്ക്കാണ്. ഇപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് ICICI കാർഡും 2,000 രൂപയുടെ ഓഫർ ഉണ്ട്. സോ 7,999 രൂപയ്ക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതേപോലെ നോർമൽ ബഡ്സിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബോസിൻ്റെ ട്യൂണിങ് അല്ല, നമ്മൾ തന്നെ ഈക്വലൈസർ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ പ്രൈസ് നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 6,999 രൂപയ്ക്കാണ്. ഇതേപോലെ ICICIയുടെ കാർഡ് ഉണ്ടെങ്കിൽ 4,999 രൂപയ്ക്ക് ലോഞ്ചിങ് ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലൂടെയാണ് ഇത് വാങ്ങാനായിട്ട് സാധിക്കുക. സോ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. ഇനി വരാനിരിക്കുന്ന മോട്ടറോള Razr 50 Ultra എന്ന് പറയുന്ന ഫോണിൻ്റെ ലൈവ് ഇമേജ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് അറിവായിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഇമേജ് ലീക്കായി അത് ഞാനിവിടെ കാണിക്കുന്നു എന്ന് മാത്രം. മോട്ടറോള X50 Ultra എന്ന് പറയുന്ന ഫോണിൻ്റെ ഡീറ്റെയിൽ ചൈനീസ് സർട്ടിഫിക്കേഷൻ ഏജൻസി ആയിട്ടുള്ള ടീന എന്ന് പറയുന്ന കമ്പനി പുറത്ത് വിട്ടിട്ടുണ്ട്. സോ ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ 8S Gen 3 ആണ്. അതുകൂടാതെ 4500 mAh ബാറ്ററിക്ക് 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6.7 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ആദ്യം ചൈനയിൽ ലോഞ്ച് ചെയ്യും, അതിനുശേഷം ഇന്ത്യയിലോട്ട് വരും. എന്തായാലും മോട്ടറോള X50 Ultra എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മെയ് 16 മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോൺ ഫ്ലിപ്കാർട്ട് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 25,000 രൂപയ്ക്ക് താഴെയാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ 15ഓളം 5G ബാൻഡുകളും Wi-Fi 6ൻ്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. LYT-IA700C എന്ന് പറയുന്ന സോണിയുടെ ഏറ്റവും പുതിയ 50 മെഗാപിക്സൽ സെൻസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മെയ് 16 ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷാർപ്പ് അക്വാസ് R9 എന്ന് പറയുന്ന ഫോണിൻ്റെ ലൈവ് ഇമേജുകൾ. ഈ ഒരു ഫോൺ ജൂലൈ മാസം മുതൽ ജപ്പാനിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ ഗ്ലോബലി ഇത് അവൈലബിൾ ആകുമോ എന്നുള്ളത് ഞാൻ ഒരു വെബ്സൈറ്റിലും നോക്കിയപ്പോൾ കണ്ടില്ല. എന്തായാലും
എന്തായാലും ഇങ്ങനെ ഒരു ഫോൺ ഷാർപ്പിൻ്റെ സൈഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 7+ Gen 3യുടെ ചിപ്സെറ്റാണ്. അതുകൂടാതെ ലൈക്കയുടെ ക്യാമറ കോട്ടിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ നല്ല ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. ഇത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. OnePlus 13ൻ്റെ ഡിസൈൻ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആയിരിക്കാം എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. എന്തായാലും 2024 അവസാനത്തിൽ അല്ലെങ്കിൽ 2025ൻ്റെ തുടക്കത്തിലായിരിക്കും OnePlus 13 എന്ന് പറയുന്ന മോഡൽ പുറത്തിറങ്ങുക. ഈ ഒരു ഫോണിൽ കൺഫേം ആയിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നുള്ളതാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റിയൽമി GT സീരീസിൽ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. റിയൽമി GT Neo 60 എന്ന് പറയുന്ന ഫോണാണ് ഫ്ലിപ്കാർട്ട് വഴി ഈ മാസം ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നത്. ഏകദേശം 30,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3യുടെ ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15 ലക്ഷത്തിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഉണ്ടായിരിക്കുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. റിയൽമി GT 3 സീരീസ് ആയിരുന്നു അവസാനം ഇന്ത്യയിലോട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതേപോലെ റിയൽമി GT സീരീസിൽ റിയൽമി GT Neo 6 എന്ന് പറയുന്ന ഫോൺ ചൈനയിൽ ഈ ഒരു മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ 8s Gen 3 ആണ് ഈ ഒരു ഫോണിനെ പവറപ്പ് ചെയ്യുന്നത്. ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ റിയൽമിയുടെ സൈഡിൽ നിന്ന് ബഡ്സ് എയർ 6 എന്ന് പറയുന്ന TWSഉം ചൈനയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന ഷവോമി മിക്സ് ഫോൾഡ് 4, മിക്സ് ഫോൾഡ് ഫ്ലിപ്പ്, ഈ രണ്ട് ഫോണിൻ്റെയും തിക്നെസ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് സൈസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അത്രയും കുറഞ്ഞ തിന്നായിട്ടായിരിക്കും ആ ഒരു ഫോണുകൾ വരിക എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. ഏകദേശം 8 mm അല്ലെങ്കിൽ ഒരു 7 mm ഒക്കെ ആയിരിക്കും എന്നൊക്കെ റൂമർ കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അതൊരു റെക്കോർഡ് തന്നെ ആയിരിക്കും. കാരണം 2 സ്ക്രീനുകൾ ഒരുമിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ 2 ഡിസ്പ്ലേ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ സൈസ് വെറും 8 mm എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ സാധാരണ ഒരു ഫോണിൻ്റെ സൈസായി. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു 10 mm ഒക്കെ വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, 2 പവർ ബാങ്കുകൾ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ സാംസങ്ങിൻ്റെ ഈ ഒരു S23 സീരീസ് അല്ലെങ്കിൽ S24 സീരീസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 2 പ്രൊഡക്റ്റുകളാണ്. ഇതിൽ 2 വേരിയൻ്റാണ് വരുന്നത്. ഒന്ന് 10,000 mAhൻ്റെയും അതേപോലെ 20,000 mAhൻ്റെയും 3 ഡിവൈസുകളാണ് അറ്റ് എ ടൈം നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിൽ 10,000 mAhൻ്റെ ബാറ്ററിയിൽ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. അതായത് സാംസങ്ങിൻ്റെ വാച്ചുകളുണ്ടല്ലോ, അതൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്നുള്ളത് കണ്ടു. ഈ 10,000 mAhൻ്റെ ബാറ്ററിക്ക് 3,500 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 20,000 mAhൻ്റെന് 4,500 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ച ഞാൻ തപ്പിപ്പിടിച്ച വാർത്തകൾ എന്ന് പറയുന്നത്. വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ഇനി വരാനിരിക്കുന്നത് ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.